അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ബഹുമാന്യരും ആദരണീയരുമായ പ്രിയപ്പെട്ട കേരള നദൂത്തുൽ മുജാഹിദീൻ്റെ നേതാക്കളെ, കേരള നദൂത്തുൽ മുജാഹിദീൻ്റെ കീഴിൽ കഴിഞ്ഞ കാലങ്ങളിലായി ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി വിശുദ്ധ ഹറമിലേക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്തു പോയി മഹത്തായ കർമ്മങ്ങൾ നിർവഹിച്ച് തിരിച്ചു വന്ന് വളരെ സംതൃപ്തിയോടുകൂടി ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇസ്ലാഹിൻ്റെ അക്ഷരങ്ങൾ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഈ തലമുറക്ക് പകർന്നു നൽകുന്ന ജാമിയ നദ്വിയ എന്ന് പറയുന്ന കേരളത്തിലെ തലയുയർത്തി നിൽക്കുന്ന ഏറ്റവും ഒരു വലിയ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഇന്ന് രാവിലെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇരുത്തവും നമ്മുടെ ഒത്തുചേരലുമൊക്കെ നാളെ പരലോകത്ത് ഏറ്റവും നല്ല പ്രതിഫലാർഹമായ ഒരു കൂട്ടായ്മയായി സ്വീകരിക്കുമാറാവട്ടെ. ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് മുജാഹിദ് സെന്ററിൽ ബഹുമാന്യനായ നമ്മുടെ ഹജ്ജിൻ്റെ കോർഡിനേറ്റർ ഇസ്ഹാഖ് അലി സാഹിബും നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ വീരാങ്കോയ സാഹിബും അടക്കമുള്ള ഹജ്ജ് ഉംറയുടെ നേതൃത്വം വഹിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ കെനമിൻ്റെ കീഴിൽ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന അമീറുമാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ആ മീറ്റിംഗിൽ വളരെ സുപ്രധാനമായ ഒരു അജണ്ടയായി നേതൃത്വം വെച്ചിരുന്നത് നമ്മുടെ ഹാജിമാരെ കെനമിൻ്റെ കീഴിൽ ഹറമിലേക്ക് യാത്ര പോയവരെ, ഉംറയ്ക്ക് വേണ്ടി പോയവരെ വിളിച്ചുകൂട്ടി നമുക്കൊരു വലിയ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചാൽ അത് പ്രാസ്ഥാനിക രംഗത്തും ആദർശ രംഗത്തും ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്നുള്ളൊരു ചർച്ചയായിരുന്നു നടന്നിരുന്നത്. തുടക്കത്തിൽ തന്നെ എല്ലാ അമീറുമാരും വലിയ സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു സംഗമത്തെ സ്വാഗതം ചെയ്തത്. അതിൻ്റെ ഭാഗമായി നമ്മൾ അന്ന് തന്നെ മുജാഹിദ് സെന്ററിൽ നിന്നൊരു അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റേതായ പ്രവർത്തനങ്ങളുമായി അൽഹംദുലില്ലാ നമ്മൾ മുന്നോട്ട് പോവുകയുമാണ് ചെയ്തത്. 2 ഏരിയകളിലായി നമ്മുടെ ഹാജിമാരുടെ സൗകര്യവും യാത്രാ സൗകര്യമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ജാമിയ നദിവിയ ഇടവണ്ണയും അതുപോലെ എറണാകുളത്തെ വൈറ്റിലയിലുള്ള സലഫി മസ്ജിദ് കേന്ദ്രീകരിച്ചുള്ള ഓഡിറ്റോറിയവും നമ്മൾ സംഗമത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ KNM-ന്റെ കീഴിൽ ഹജ്ജിനും ഉംറയ്ക്കും പോയ ഹാജിമാർ അടുത്ത ശനിയാഴ്ച 20-ാം തീയതി എറണാകുളത്ത് ഇതുപോലെ തന്നെ വിശാലമായ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടും. അല്ലാഹു ആ സംഗമവും വിജയിപ്പിക്കുമാറാവട്ടെ. വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്തരമൊരു പരിപാടിയിൽ നമ്മളൊക്കെ ആശങ്കപ്പെടുന്നത് സമയത്തിന് എല്ലാവരും എത്തിച്ചേരുമോ എന്നുള്ളതാണ്. പക്ഷേ വളരെ നേരത്തെ തന്നെ 9:30 തന്നെ നമ്മുടെ ഹാജിമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ വളരെ ദീർഘമായി യാത്ര ചെയ്തു വരേണ്ട ആളുകൾ കൂടി നമ്മുടെ സംഗമത്തിന് വരേണ്ടത് കൊണ്ടാണ് നമ്മളൊരു 10:50 ഏതാണ്ട് 11 മണി ആവുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഒരേ സ്വരത്തിൽ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ആണ് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിച്ച അനുഭവങ്ങളും നമുക്കുണ്ടായ സന്തോഷങ്ങളും നമുക്കുണ്ടായ ഈമാനികമായ ആവേശവുമൊക്കെ പരസ്പരം പങ്കുവെക്കാനും റബ്ബിൻ്റെ മാർഗത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സൗഹൃദം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാനും
നമ്മുടെ സുഖവും സന്തോഷവും ഒക്കെ പരസ്പരം ഒന്ന് പങ്കുവെക്കാനും വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എൻ്റെ സ്വാഗത ഭാഷണം ദീർഘിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല. വേദിയിൽ നമ്മുടെ ബഹുമാന്യരായ കേരള നദുത്തുൽ മുജാഹിദിൻ്റെ ഹജ്ജ് ഉംറ സംഘത്തിന് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരുമാണുള്ളത്. വിശിഷ്യ വളരെ സന്തോഷത്തോടുകൂടി നമ്മളുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാന്യനായ കേരള നദുത്തുൽ മുജാഹിദിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് മദനി സമയത്തിന് തന്നെ മൗലവിയോടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കിനിയും നല്ല രൂപത്തിൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ മദനിക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളെല്ലാവരും നമ്മുടെ നേതൃത്വത്തിനു വേണ്ടി, പണ്ഡിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കേരള നദുത്തുൽ മുജാഹിദിനെ കുറിച്ച് വളരെ വിശദമായി നിങ്ങളോട് ഈ വേദിയിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആയിരക്കണക്കിന് പള്ളികളും അതിലേറെ മദ്രസ സംവിധാനങ്ങളും ഇസ്ലാമികപരമായി പഠിപ്പിക്കപ്പെടുന്ന കോളേജുകളും ക്യാമ്പസുകളും സ്കൂളുകളും സംവിധാനങ്ങളും അടക്കം സമൂഹത്തിൽ വളരെയേറെ വലിയ രൂപത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും അനുയായികളും പ്രവർത്തകരുമാണ് നമ്മൾ. സ്വാഭാവികമായി ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ ഹജ്ജ് ഉംറ സംഗമം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട്. അത് ആളുകൾക്ക് ബുദ്ധിമുട്ടല്ലേ, യാത്ര ചെയ്ത് വരണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ യാത്ര നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു യാത്രയാണ്. കാരണം KNMന്റെ ഒരു ഹജ്ജ് ഉംറ ഗ്രൂപ്പ് തെരഞ്ഞെടുക്കുന്നത് നാട്ടിൽ മറ്റു പല ഗ്രൂപ്പുകളും ഇല്ലാത്തത് കൊണ്ടല്ല. നമുക്ക് പരിചയമുള്ള എത്രയോ ആളുകൾ അമീറുമാരായിട്ടും അതുപോലെ തന്നെ നമുക്ക് അടുത്ത് ഇടപഴകുന്ന ആളുകൾ പോലും പല സംഘങ്ങളിലായിട്ട് പല ട്രാവൽ ഏജൻസികളിലായിട്ടൊക്കെ ഹജ്ജിനും ഉംറക്കും പോകാറുണ്ട്, നമ്മൾ ക്ഷണിക്കാറൊക്കെയുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ അവരോടുള്ള ആ സൗഹൃദങ്ങളൊക്കെ നിലനിർത്തി തന്നെ KNMന്റെ കേരള നദുത്തുൽ മുജാഹിദിൻ്റെ ഹജ്ജ് ഉംറ സംഘം നമ്മൾ തെരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആദർശ പ്രസ്ഥാനത്തോടുള്ള ഒരു സ്നേഹവും ഇഷ്ടവുമാണ്. കേരള നദുത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഈ സംഘത്തിൻ്റെ കീഴിൽ സ്വാഭാവികമായി നമ്മൾ ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ നമ്മുടെ ഒരു കുടുംബാംഗങ്ങളായി പോകുന്നത് പോലെയുള്ള വലിയ അനുഭവങ്ങളാണ് നമുക്കുണ്ടാവാറ്. കാരണം നമ്മൾ ഒരേ ആദർശത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളാണ്, ഒരേ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്, ഒരേ ആദർശത്തിൻ്റെ വേദികൾ പങ്കിടുന്ന ആളുകളാണ്, ഒരേ ആദർശത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ ഹദീസും പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘത്തെ KNM എന്ന് പറയുന്ന ഹജ്ജ് ഉംറ സംഘത്തെ തെരഞ്ഞെടുക്കുമ്പം അത് ദീർഘവീക്ഷണത്തോടുകൂടി മുൻധാരണയോടുകൂടി തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അൽഹംദുലില്ലാഹ് KNMന്റെ ഹജ്ജ് ഉംറ സംഘം ഇപ്പോഴും ഹറമിൽ നമ്മുടെ സംഘങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി 25-ാം തീയതി 2 പ്രധാനപ്പെട്ട സംഘങ്ങൾ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും അത് പോകുന്നുണ്ട്. റമദാനിലേക്കുള്ള ഷെഡ്യൂളുകൾ ഇൻഷാ അല്ലാഹ് ഏതാണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു സ്വീകാര്യത നമ്മുടെ ഈ സംഘത്തിന് ലഭിച്ചു എന്നുള്ളത് ആരുടെയെങ്കിലും മഹത്വമോ ഒന്നുമല്ല. KNM നൽകുന്ന അതിൻ്റെ സർവീസും അതുപോലെ തന്നെ നമ്മൾ കാണിക്കുന്ന ആദർശ പ്രതിബദ്ധതയുമാണ് ഈ സംഘം നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ തിരഞ്ഞെടുക്കാനും കാണും. അത് KNMന്റെ ആളുകളോ നദുത്തുൽ മുജാഹിദീൻ്റെ നേതാക്കളോ പ്രവർത്തകരോ മാത്രമല്ല, ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ ശിർക്ക് ചെയ്യുന്നവർ, ബിദ്അത്ത് ചെയ്യുന്നവർ എന്ന് നമ്മൾ ആക്ഷേപിക്കുന്ന ആളുകൾ പോലും കേരള നദുത്തുൽ മുജാഹിദീൻ്റെ ഉംറ സംഘം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. പലപ്പോഴും നമ്മളെക്കുറിച്ച് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ KNMന്റെ സംഘത്തിൽ പോയാൽ സിയാറത്ത് ഉണ്ടാവുകയില്ല, ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കുകയില്ല, ചരിത്രപരമായ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുകയില്ല, ഉംറ ചെയ്ത് തവാഫ് ചെയ്ത് സഅയ് ചെയ്ത് തിരിച്ചു പോരുന്ന സ്വഭാവമാണ് എന്നൊക്കെ ചില ആളുകളെങ്കിലും ഈ സംഘത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മുന്നിൽ കൂടിയിട്ടുള്ള ഈ 100 കണക്കിന് ആളുകൾക്കറിയാം KNMന്റെ കേരള നദുത്തുൽ മുജാഹിദീൻ്റെ കീഴിൽ ഹജ്ജിനും ഉംറക്കും പോയിട്ട് 15 ദിവസമോ 40 ദിവസമോ 2 ഹറമുകളിലും ചരിത്ര സ്ഥലങ്ങളിലും നമ്മൾ ചെലവഴിച്ചിട്ട് നമുക്കുണ്ടായ അനുഭവം നമ്മളെല്ലാവരോടും പങ്കുവെക്കാറുണ്ട്, നമ്മളെ കുടുംബങ്ങളിൽ പങ്കുവെക്കാറുണ്ട്, നമ്മുടെ സൗഹൃദങ്ങളിൽ പങ്കുവെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് നമ്മുടെ CD ടവറിലേക്ക്, മുജാഹിദ് സെന്ററിലേക്ക്, ഹജ്ജിൻ്റെ ഓഫീസിലേക്ക്, ഉംറയുടെ ഓഫീസിലേക്ക് നിരന്തരമായി നിങ്ങളുടെ അടുത്ത ബാച്ച് എന്നാണ് പോവുക, എന്നാണ് ഡേറ്റ്, ആരാണ് അതിൻ്റെ അമീർ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കോളുകൾ അൽഹംദുലില്ലാഹ് നമുക്ക് വരുന്നു. കാരണം അതിൻ്റെ പ്രചാരകൾ നിങ്ങളാണ്. ഒരുപാട് പരസ്യങ്ങളോ വലിയ പോസ്റ്ററുകളോ ഒന്നും നമ്മൾ കൊടുക്കാറില്ല. ഏതെങ്കിലും ചില വ്യക്തികളെ ഉയർത്തിക്കാട്ടി
നമ്മൾ എന്ത് ചെയ്യാറില്ല? ഒരിക്കലും ഇതാണ് നമ്മുടെ സർവീസ് എന്ന് പറയാറില്ല. നിങ്ങൾ നമ്മുടെ പോസ്റ്ററുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അമീറന്മാരുടെ പേര് തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ചെറുതായാണ് കൊടുക്കാറ്. KNM ഇവിടെ വേദിയിൽ വെച്ചതുപോലെ ഹജ്ജ് ഉംറ സംഗമം അല്ലെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്നുള്ള നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആ ലേബലിൽ തന്നെ, ആ പേരിൽ തന്നെ നല്ലൊരു സർവീസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് ഒന്നാമതായി ഈ സംഘടനയ്ക്കും ഈ സംവിധാനത്തിനുമുള്ളത്. അതിൻ്റെ പ്രചാരകർ എന്ന് പറയുന്നത് പോസ്റ്ററിനേക്കാൾ ഉപരി, വീഡിയോകളിലേക്കാൾ ഉപരി അതിൻ്റെ കീഴിൽ ഹജ്ജിനും ഉംറക്കും പോയ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ സംഗമത്തിന് വളരെ നേരത്തെ എത്തിച്ചേരുകയും നമ്മൾ വാട്സാപ്പിലൂടെ പല ആളുകളെയും നേരിട്ട് വിളിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല, പല ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. നമ്മുടെ സംഘടന തിരക്ക് എന്ന് പറയുന്ന നമ്മുടെ അമീറന്മാർ എന്ന് പറയുന്നവർ എല്ലാവരും KNM-ന്റെ നേതൃത്വത്തിലുള്ളവരായാലും നമ്മുടെ ISM-ന്റെ നേതൃത്വത്തിലുള്ള ആളുകളായാലും നമ്മുടെ പ്രാസ്ഥാനിക പ്രവർത്തനത്തിന്റെ ദഅവാ രംഗത്ത് സജീവമായി ഇടപെടുന്ന ആളുകളായതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും നേരിട്ട് വിളിച്ചു പറഞ്ഞ് ഈ സംഗമം ക്ഷണിക്കാൻ കഴിഞ്ഞിട്ടില്ല. വാട്സപ്പിലൂടെ ഒരു മെസ്സേജും വോയിസുമാണ് ഇട്ടത്. പക്ഷേ ആ ഒരു മെസ്സേജും ആ ഒരു അറിയിപ്പ് മാത്രം കണ്ടുകൊണ്ട് നിങ്ങളെ ഈ ക്ഷണം സ്വീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് ജാമിയ നദ്വിയിലേക്ക് വന്നതെന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ യാത്രയുമൊക്കെ ഏറ്റവും നല്ലൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഈ പരിപാടി, ഈ ഒരു സംഗമം, സൗഹൃദ സംഗമം, നമ്മളുടെ സ്നേഹം പങ്കുവെക്കുക, പരസ്പരം റബ്ബിന്റെ മാർഗത്തിൽ ഒരുമിച്ച് ചേർന്ന് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ച് വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോകുക എന്നുള്ളത് മാത്രമാണ്. ഒരു വലിയ ദീർഘമായിട്ടുള്ള പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സമ്മേളനങ്ങളിൽ കാണുന്നത് പോലെയുള്ള അജണ്ടകളൊന്നും തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാം, ഈ വേദിയിലിരിക്കുന്ന എല്ലാ മുഖങ്ങളും നിങ്ങൾക്ക് സുപരിചിതമാണ്. അപരിചിതമായൊരു മുഖങ്ങളെയും അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ച് വരുത്തി അങ്ങനെ ഒരു പ്രോഗ്രാം ഇതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയൊക്കെ നിങ്ങൾ ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്താണ് പ്രോഗ്രാം, എപ്പോഴാണ് തുടങ്ങുക, ആരെല്ലാമാണ് പ്രഭാഷണം നടത്തുന്നത് എന്നൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. നമ്മളത് പരീക്ഷിച്ച് നോക്കിയാണ്. പലപ്പോഴും നമ്മുടെ ഒരു പ്രോഗ്രാം നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഒരു സമ്മേളനമോ എന്തെങ്കിലുമൊക്കെ നിശ്ചയിച്ചാൽ, ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രോഫ്കോൺ കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ സാന്നിധ്യം നിറഞ്ഞൊരു പ്രോഗ്രാമാണ്. അപ്പം അതിൻ്റെ പ്രോഗ്രാം ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ടൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. അതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ISM-ന്റെ വലിയൊരു സമ്മേളനം എറണാകുളത്ത് നടന്നു. അതിൻ്റെയും പ്രോഗ്രാം നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ പല ആളുകളും ഇങ്ങനെ ചോദിച്ചു, എന്താ ഹജ്ജ് ഉംറ സംഗമത്തിൻ്റെ പ്രോഗ്രാം എന്താണ് വരാത്തത്, അതെന്താ വരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ആരെയും എടുത്ത് കാണിക്കാതെ, ഇന്ന ആളുകൾ പ്രസംഗിക്കുന്നു എന്ന് കാണിക്കാതെ, ഇന്ന ആളുകൾ വേദിയിൽ വരുന്നു എന്ന് കാണിക്കാതെയും കേരള നദ്വത്തുൽ മുജാഹിദീന് വലിയൊരു സംഗമം സംഘടിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ജാമിയ നദ്വിയുടെ ഈ ഓഡിറ്റോറിയം സാക്ഷ്യം വഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് നിറഞ്ഞു കഴിയും. കുറേ ആളുകൾ വഴിയാത്രയിലാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ആളുകൾ രജിസ്ട്രേഷൻ കൗണ്ടറിലുണ്ട്. അപ്പം എല്ലാവരും നമ്മുടെ യാത്ര ചെയ്യുന്ന ഹാജിമാർക്ക് വേണ്ടി, നമ്മുടെ കൂടെ യാത്ര ചെയ്തവർക്ക് വേണ്ടി, അവരുടെ യാത്ര എളുപ്പമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു എളുപ്പമാക്കി തീർക്കുമാറാവട്ടെ. പിന്നെ നമ്മളൊക്കെ തിരക്ക് പിടിച്ച ആളുകളാണ്. ഇന്ന് 2ാം ശനിയാഴ്ചയാണ്. ഈ ജനുവരി 13 എന്ന് പറയുന്നത് ഒരുപാട് ഫംഗ്ഷനുകളുള്ള ദിവസമാണ്. പക്ഷെ അതിനൊക്കെ മുകളിലാണ് ഈ സംഗമം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഗമത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ഹജ്ജ് ഉംറ സംഗമം അത് വലിയ വിജയത്തിലേക്കാണ് അൽഹംദുലില്ലാ പോകുന്നത്. ഈ സംഘം എന്ന് പറയുന്നത് ഇനിയും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഇനിയുള്ള ദിനങ്ങളിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ സംഘത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മുടെ ക്ലാസ്സുകൾ, സംവിധാനങ്ങൾ, നമ്മൾ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് നമ്മുടെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറ്. ഒന്ന് കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ CD ടവറിലും, ഒന്ന് ആലുവ സലഫി ജുമാ മസ്ജിദ് കേന്ദ്രീകരിച്ചുമാണ്. 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നമ്മൾ ക്ലാസ്സുകൾക്കൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറ്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഉംറയുടെയും ഹജ്ജിൻ്റെയും ക്ലാസ്സുകളാണ് നമ്മുടെ അമീറുമാർ നിങ്ങൾക്ക് നൽകിയതും ഇനി പോകുന്ന ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സുകളിലൂടെ ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് ചെറിയൊരു മൈന്യൂട്ടായ വിഷയങ്ങൾക്ക് പോലും ആളുകളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് കൊടുത്തുകൊണ്ടാണ് വിശുദ്ധ ഹറമിലേക്ക് നമ്മുടെ KNM-ന്റെ ഹജ്ജ് ഉംറ സംഘം യാത്ര പോകാറ്. അതിൽ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ കോഴിക്കോട് നിന്ന് യാത്ര പോയ ആളുകളായിരിക്കും ഇതിൽ ബഹുഭൂരിഭാഗം ആളുകളും. നമ്മുടെ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിനടുത്തുള്ള സലഫി മസ്ജിദ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
അവിടെ നമ്മൾ 2-3 സംഘങ്ങളൊക്കെ 5 സംഘങ്ങളൊക്കെ ഒരുമിച്ച് പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് റമദാനിലൊക്കെ KNM-ന്റെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ചില അസൗകര്യങ്ങൾ നമുക്കറിയാം. ഒരു പള്ളിയിൽ ഉണ്ടാവുന്ന ചില അസൗകര്യങ്ങളുണ്ട് ആളുകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ. ആ അസൗകര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള വളരെ ശ്രമകരമായ ജോലി, വളരെ ബോധപൂർവമായ ഇടപെടൽ കേരള നദൂത്തുൽ മുജാഹിദീൻ നടത്തുന്നു. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ആ വഴിക്ക് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. കരിപ്പൂർ എയർപോർട്ടിനടുത്തുള്ള സലഫി ജുമാ മസ്ജിദ് വളരെ വിശാലമായ രൂപത്തിലേക്ക് നമ്മുടെ ഹാജിമാർക്ക്, KNM-ന്റെ കീഴിലുള്ള പള്ളിയാണത്, KNM ആണത് നടത്തുന്നത്. നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യമുള്ള എയർപോർട്ടിനടുത്തുള്ള പള്ളിയാണ്. നമ്മുടെ ഹാജിമാർക്കുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇൻഷാ അല്ലാഹ് അവിടെ ഒരുങ്ങുകയാണ്. നിങ്ങളെല്ലാവരും ആ പള്ളിയുടെ പ്രവർത്തനം, അതിൻ്റെ റിനോവേഷൻ വർക്കുകൾ, അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ശരിയാവാൻ വേണ്ടി, വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇനി ആരെങ്കിലും ആ രൂപത്തിൽ നിങ്ങളെ സാമ്പത്തിക സഹായമോ മറ്റേതെങ്കിലും രൂപത്തിൽ ശാരീരികമായ സഹായമോ നിങ്ങൾ അടുത്തു വന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ സന്തോഷപൂർവ്വം നിങ്ങളത് നൽകണമെന്നു കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ യാത്രയും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്കറിയാം, വളരെ വ്യവസ്ഥാപിതമായിട്ട് തന്നെയാണ് നമ്മുടെ യാത്രകളൊക്കെ സംഘടിപ്പിക്കാറ്. പലപ്പോഴും ചില പരാതികൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹജ്ജ് ഉംറ യാത്രയുമായിട്ട് ഉണ്ടാവാറുണ്ട്. അത് നമ്മുടേത് മാത്രമല്ല, എല്ലാ ഗ്രൂപ്പുകൾക്കും ഉണ്ടാവുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്കും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് സൗദി ഗവൺമെൻറ് 2020 വിഷൻ 2030 എന്നുള്ള ഒരു വലിയ പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഉംറക്കും കഴിഞ്ഞ ഹജ്ജിനൊക്കെ പോയ ആളുകൾക്കറിയാം, അതിൻ്റേതായ ചില പരിമിതികളും പ്രശ്നങ്ങളും നിയമപ്രശ്നങ്ങളും ഒക്കെ ഇപ്പോൾ പോകുന്നവർ ചില സമയങ്ങൾ അനുഭവിക്കാറ്. അത് നമ്മൾ മാത്രമല്ല, എല്ലാ ഹാജിമാർക്കും അതിൻ്റേതായ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അത് ഹാജിമാരെ ബോധ്യപ്പെടുത്താറുണ്ട്. അവിടുത്തെ താമസ സൗകര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും ഒക്കെ തന്നെ നമ്മളത് ബോധ്യപ്പെടുത്താറുണ്ട്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ റമദാനിൽ ഒരു വലിയ സംഗമം തന്നെ വിശുദ്ധ ഹറമിൽ മക്ക കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിയിരുന്നു. 8 സംഘങ്ങളായിരുന്നു KNM-നുണ്ടായിരുന്നത്. 300-ലേറെ ഹാജിമാർ. എനിക്ക് തോന്നുന്നു ഇപ്പം അടുത്ത കാലത്തൊന്നും ഇത്രയേറെ ഹാജിമാർ KNM-ന്റെ കീഴിൽ, KNM-ന്റെ എന്നല്ല, അന്ന് ആ 8 ബാച്ചുകളുള്ള ഒരു സംഘവും ഒരു പ്രസ്ഥാനത്തിന്റെ സംഘവും കഴിഞ്ഞ റമദാനിൽ ഹറമിലില്ലായിരുന്നു. അവരെയൊക്കെ നമ്മൾ ഹറമിന്റെ പരിസരത്തുള്ള ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി ഒരു വലിയ സംഗമം, നമ്മളിങ്ങനെ ഇരിക്കുന്നത് പോലെയുള്ള വലിയൊരു സംഗമം കഴിഞ്ഞ റമദാനിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അവിടെ കേന്ദ്രീകരിച്ച് വലിയൊരു ദഅവാ സെന്ററും ഒരു പ്രവർത്തന മേഖലയെക്കുറിച്ച് നമ്മുടെ നേതൃത്വം ആലോചിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബഹുമാന്യനായ മദനി അടക്കം അതിന് നേതൃത്വം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അള്ളാഹ് അത്തരം സെന്ററുകൾ കൂടി വരുമ്പോൾ ആദർശ പ്രബോധന രംഗത്ത് നമ്മുടെ ഹജ്ജ് ഉംറ സംഘം വലിയ മുന്നേറ്റം ഈ രംഗത്ത് സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മളുടെ യാത്രകൾ, നമ്മുടെ ഹജ്ജിന്റെ ഉംറയുടെ യാത്രകളൊക്കെ കേരള നദുവത്തുൽ മുജാഹിദീന്റെ കീഴിൽ തന്നെ ആകണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്നത് മറ്റു ഗ്രൂപ്പുകളിൽ നിങ്ങൾ പോകരുത് എന്ന് പറയാനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് നമ്മളെക്കാൾ സർവീസ് കുറവാണെന്ന് കാണിക്കാനല്ല, അല്ലെങ്കിൽ ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു സലഫി ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആദർശ ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിങ്ങൾ ആരും പോകരുത്, എല്ലാവരും KNM-ൽ തന്നെ പോകണം എന്ന് ശാഠ്യം പിടിച്ച് പറയാനോ ഒന്നുമല്ല. നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള ഒരു വലിയ ഘടകം എന്നുള്ള നിലക്ക്, വലിയൊരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലക്ക് KNM-ന്റെ ഹജ്ജ് ഉംറ സംഘം അതിന്റെ കാര്യക്ഷമമായ സർവീസ് ഇപ്പോൾ നൽകുന്നു, എന്നും നൽകിയിട്ടുണ്ട്. അതിന്റെ തുടക്കം മുതലുള്ള അമീർമാർ, അബൂബക്കർ സുലമി അടക്കമുള്ള അമീർമാർ നമ്മുടെ വേദിയിലുണ്ട്. അതിന്റെ കാര്യങ്ങൾ അവരുടെ സംസാരത്തിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും കടന്നുവരും. എന്നിൽ അർപ്പിതമായ കർത്തവ്യം നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ വളരെ ദീർഘദൂരം യാത്ര ചെയ്തു വന്ന നമ്മുടെ നേതാക്കന്മാർക്കുമൊക്കെ സ്വാഗതം പറയുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ യോഗത്തിന്റെ, ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ നിങ്ങൾക്കൊക്കെ സുപരിചിതനും ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ടും നമ്മുടെ മറ്റു ഇസ്ലാമിക പ്രബോധന രംഗത്തും നമ്മളുടെ വിചിന്തനമടക്കമുള്ള വാരികളും ഒരുപാട് പുസ്തകങ്ങളൊക്കെ രചിക്കുകയും നമുക്കെന്നും നേതൃപരമായി ഹജ്ജിന്റെയും ഉംറയുടെയും KNM-ന്റെയും നേതൃരംഗത്ത് വളരെ ദീർഘകാലമായി നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ നമ്മുടെ ഹജ്ജ് ഉംറയുടെ കോർഡിനേറ്റർ ഇസ്ഹാഖ് അലി സാഹിബ് കല്ലിക്കണ്ടിയാണ്
ഈ ഒരു സംഗമത്തിന്റെ അധ്യക്ഷൻ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ ഒരു സംഗമത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു മഹത്തായ സംഗമം, അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു സംഗമം, ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങളും അത് വകവെക്കാതെ പോലും നമുക്ക് നല്ല രൂപത്തിൽ ഈ പ്രസ്ഥാനത്തിന് പണ്ഡിതോചിതമായി നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് മദനി, ബഹുമാന്യർക്ക് എല്ലാ അർത്ഥത്തിലും ഈ ഒരു പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ബഹുമാന്യനായ നിങ്ങൾക്കൊക്കെ സുപരിചിതനും ഒരുപാട് ഗ്രൂപ്പുകള് നമ്മുടെ KNM ഹജ്ജ് ഉംറ ഗ്രൂപ്പിനെ നയിച്ച അബൂബക്കർ സുല്ലമി ചുങ്കത്തറ നമ്മുടെ വേദിയിലുണ്ട്. സുല്ലമിയെ വളരെ ആദരപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് ആശംസ അർപ്പിക്കുന്ന ബഹുമാന്യനായ KNM-ന്റെ ഈ ജില്ലയുടെ ഭാരവാഹി യൂസുഫ് അലി സലാഹി, അതുപോലെ ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയായ ആദിൽ ലത്തീഫ് സലാഹി, അദ്ദേഹം ഇന്നലെ വരെ നമ്മുടെ പ്രോഗ്രാമിന് പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രോഗ്രാമുകൾ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും നിരന്തരമായി അതിന്റെ ദഅവാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കൊല്ലത്ത് പ്രോഫ്കോണിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മുജാഹിദ് സെന്ററിൽ നമുക്കിതിന്റെ വേണ്ട എല്ലാ സാങ്കേതികമായ കാര്യങ്ങളും ഒക്കെ ചെയ്തു തരുന്ന ബഹുമാന്യനായ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ പി വീരാങ്കോയ സാഹിബ് കുണ്ടായിത്തോട്, അദ്ദേഹം നമുക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കും. അതുപോലെ നിങ്ങൾക്കൊക്കെ സുപരിചിതനായ നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നൽകുകയും നിങ്ങൾ നിരന്തരമായി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്യുന്ന ബഹുമാന്യനായ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന മുജാഹിദ് സെന്ററിലെ ഹജ്ജ് ഓഫീസിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ കൂടിയായ നമ്മുടെ നൂറുദ്ദീൻ അരീക്കോട്, അദ്ദേഹം നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ മക്കളുടെ ഇസ്ലാമിക ഗാനം ഉണ്ടാവും. ഫിദ ഉൾപ്പെടെയാണ് ആ ഗാനം ആലപിക്കുക. ഫിദയെയും വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണങ്ങൾ നമുക്ക് വേണ്ടി നിർവഹിക്കുന്നത് ബഹുമാന്യ പണ്ഡിതനും ഇസ്ലാഹി പ്രബോധന രംഗത്ത് വളരെ സജീവമായി നിലകൊള്ളുകയും ചെയ്യുന്ന ബഹുമാന്യനായ നമ്മുടെ ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ അമീർ കൂടിയായ നസീറുദ്ദീൻ റഹ്മാനി, അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഒരുപാട് ഉംറകൾക്ക് നേതൃത്വം നൽകുകയും ഒരു വലിയ സേവകനായി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ സലാം മൗലവി കീശേരി, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. അദ്ദേഹം ഇപ്പം കസേരയെടുത്ത് പിറകിലോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം ആളുകളെ സ്വീകരിക്കാനും അവരെ ഈ ഹാളിൽ ഇരുത്തി അവരെ ഈ പ്രോഗ്രാമിൽ മുഴുവൻ അവരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന നമ്മുടെ ഉംറയുടെ സജീവമായി നമ്മുടെ ഉംറ ബാച്ചിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ സലാം മൗലവി കീശേരിയെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നിങ്ങൾക്ക് സുപരിചിതനായ കഴിഞ്ഞ ഹജ്ജിന്റെ അമീർ കൂടിയായ നൗഷാദ് സലാഹി ഉൾപ്പെടെ അദ്ദേഹവും വേദിയിലുണ്ട്. ഈ 3 പേരുമാണ് നമുക്ക് പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്നത്. ഈ 3 പണ്ഡിതന്മാരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് സേവനം ചെയ്തു വരുന്ന ഒരു KNM-ന്റെ അമീറുമാരെന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതന്മാരായി ഇങ്ങനെ നടക്കുന്ന ആളുകളല്ല. അവർ വളണ്ടിയർ ആയിട്ടാണ് നമ്മുടെ കൂടെ ഉള്ളത്. നിങ്ങളൊക്കെ അത് അനുഭവിച്ചതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ കൂടെയുള്ള ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, സംഘടനയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക്, പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്കാണ് KNM-ന്റെ അമീർമാർ ഹജ്ജിന്റെയും ഉംറയുടെയും സേവനങ്ങൾ ചെയ്യാറ്. ആ സേവനങ്ങൾ ചെയ്യുന്ന ഏതാണ്ട് എല്ലാ അമീർമാർ, ഇപ്പോൾ ഉംറക്ക് പോയ ആളുകൾ ഒഴികെയുള്ള മറ്റ് അമീർമാരെല്ലാവരും അൽഹംദുലില്ലാ ഇവിടെയുണ്ട്. ജാമിയയുടെ ഹാളിലും പരിസരത്തുമുണ്ട്. സിദ്ദീഖ് അൻസാരിയെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ഹജ്ജിന്റെ അമീറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അബ്ദുറഹ്മാൻ ഫാറൂഖി പൊന്മള, നാസർ സുലാഹി മുണ്ടക്കയം, അതുപോലെ മമ്മൂട്ടി മുസ്ലിയാർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ മെനഞ്ഞാന്ന് ദുബൈയിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യണം. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ബഹുമാന്യനായ ഹമീദ് അലി അരൂർ, ജാഫർ മാസ്റ്റർ പോത്തുകല്ല്, റഹ്മത്തുല്ലാ സുലാഹി പുത്തൂർ, അബ്ദുൽ ഹമീദ് ഉദരമ്പൊയിൽ, തൻസീർ ബാബു സുലാഹി, അതുപോലെ തന്നെ ഈ ജാമിയയിലെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കാര്യത്തിനൊക്കെ വേണ്ടി നമ്മളെ സഹായിക്കുന്ന അബൂബക്കർ സാഹിബ് അടക്കമുള്ള ആളുകൾ വേദിയിലുണ്ട്. എല്ലാവർക്കും വേണ്ടി ഈ ഹജ്ജ് ഉംറ സംഗമത്തിന്റെ പ്രോഗ്രാമിന്റെ കൺവീനർ എന്നുള്ള നിലയ്ക്ക്, ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇതിനെത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഈ ഒരു സംഗമത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട്
ഈ പ്രോഗ്രാമിൻ്റെ അവസാന സമയം വരെ ദീർഘസമയം നമ്മൾ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളൊരു ഭക്ഷണം കഴിച്ച്, ഉച്ചഭക്ഷണം കഴിച്ച് ളുഹർ നമസ്കരിച്ച്, അല്ലെങ്കിൽ യാത്രക്കാരാണെങ്കിൽ ളുഹറും ആസറും ജമ്മായി നമസ്കരിച്ച് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ മറ്റു പരിപാടികൾക്കൊന്നും തടസ്സമില്ലാത്ത രൂപത്തിൽ കുറച്ച് നേരത്തെ തന്നെ പിരിഞ്ഞ് സന്തോഷത്തോടു കൂടി പിരിയുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഒരു സംഗമത്തിൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ ഭാഷണത്തിനു വേണ്ടി ബഹുമാന്യനായ ഇസാഖ് അലി സാഹിബിനെ വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഒരു പേര് വിട്ടുപോയത്, ഈ സംഗമം തുടക്കം കുറിച്ചത് മുതൽ, ഇതിനുവേണ്ടി പ്ലാൻ ചെയ്തത് മുതൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ അഷ്റഫ് സാഹിബ് പുളിക്കൽ, അദ്ദേഹമാണ് ഈ പ്രോഗ്രാമിന് നന്ദി പറയുക. അദ്ദേഹത്തിനെയും വളരെ ഹൃദയപൂർവ്വം ഈ ഒരു സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി ബഹുമാന്യനായ ഇസാഖ് അലി സാഹിബിനെ വളരെ ആദരവും ക്ഷണിക്കുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.